കോഴിക്കോട് ഒരു വയസ്സുള്ള കുട്ടിയുടെ തല തെരുവുനായ കടിച്ചു പറിച്ചിട്ടുള്ള ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലെ കുട്ടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, സ്ഥിരമായി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് തെരുവുനായ ശല്യം. എന്തുകൊണ്ട് നമുക്കിതിനെ, നമ്മുടെ സിസ്റ്റത്തിന് ഇതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കുന്നില്ല? ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 37 ലക്ഷത്തോളം 2024 സെൻസസ് പ്രകാരം 37.17 ലക്ഷം തെരുവ് നായയുടെ കടി കേൾക്കുന്നുണ്ട്, കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യാത്തായിരിക്കും കൂടുതലുണ്ടാവുക. ഏതായാലും നമ്മൾ ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ആവറേജ് ഒരു ദിവസം 15,000 ആളുകളെ തെരുവ് നായ കടിക്കുന്നുണ്ട്. ഇനി റാബീസ് എന്ന് പറയുന്ന ഒരു ഡെഡ്ലി ഡിസീസ് ഉണ്ട്. എന്ന് വെച്ചാൽ നരകതുല്യമായിട്ടുള്ളൊരു മരണത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരു ഭീതിജനകമായിട്ടുള്ളൊരു അസുഖമാണ് പേവിഷബാധ അല്ലെങ്കിൽ റാബീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസുഖം 99% നായകടി ഏറ്റിട്ടാണ് മനുഷ്യനിലേക്ക് വരുന്നത്. 18,000 മുതൽ 20,000 ആളുകൾ റാബീസ് വന്ന് മരിക്കുന്നുണ്ട് ഓരോ വർഷവും ഇന്ത്യയിലെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിലാണെങ്കിലും 30 മുതൽ 60% വരെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. എപ്പോഴും കുട്ടികളാണ് ഇതിന് ഇരയായിട്ട് മാറുന്നത്. ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾ എന്ന് പറയുന്ന 2021 ഈ ഒരു റൂളിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആനിമൽസിനെ, ഈ സ്ട്രേ ഡോഗ്സിനെ കൊല്ലാൻ സാധിക്കില്ല. അപ്പോൾ അതിന് മുമ്പെയൊക്കെ ആളുകൾ ഇതിനെ കൺട്രോൾ ചെയ്തത് അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് അതിനെ നമുക്ക് കൊല്ലാൻ സാധിക്കില്ല. മറിച്ച് നമുക്ക് അതിനെ സ്റ്റെറിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ വാക്സിനേഷൻ കൊടുക്കുക, റാബീസ് ഇല്ലാതിരിക്കുക. ഇതൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിലും മുനിസിപ്പാലിറ്റീസിലും അവർ കൊടുക്കുന്ന നിർദ്ദേശം. ഏതായാലും ഈ ഒരു നിയമം ഇത്രയും ഡോഗ്സ് ഉള്ള സമയത്ത്, ഇത്രയും ഇതിങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റികൾക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് പോസിബിൾ അല്ല. കാരണം അത്രയും ഫണ്ട് ഉണ്ടാവില്ല, അത്രയും ഡേറ്റാസ് കളക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല, സർവേ നടത്താൻ സാധിക്കില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ പെറ്റുപെരുകി ആളുകൾക്ക് ശല്യമായി കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നിയമനിർമ്മാണം നടത്തേണ്ടത് ആരാണ്? ഇവിടെ കോടതിയില്ല, മറിച്ച് അത് പാർലമെൻറ്റാണ് നടത്തേണ്ടത്. അവിടെ ഇതിലെന്തെങ്കിലും ഒരു ഭേദഗതി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മളെ ഈ ആനിമൽസിനോട് ഇഷ്ടമുള്ള, നായകളെ പ്രേമിക്കുന്ന ആളുകൾ, ഇഷ്ടമുള്ള ആളുകളോട്, ചരിത്രാതീത കാലം മുതൽ നമ്മുടെ കൂടെയുള്ള ഒരു ലോയലായിട്ടുള്ള ഒരു ആനിമലാണ് ഡോഗ് എന്ന് പറയുന്നത്, നായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നായയോട് നമ്മൾ ക്രൂരത കാണിക്കുകയല്ല വേണ്ടത് ശരിക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ നായകളുടെയും സ്വഭാവം ഒന്നല്ല. ഈ പ്രത്യേകിച്ച് തെരുവ് നായകളുടെ ഒരു വന്യമായ സ്വഭാവമാണ്. ഈ വന്യതയിൽ അവർ നമ്മളോട് ചിലപ്പോൾ ലോയലായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് അവർക്ക് ഒരുപാട് ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിലും, അവർക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ, പകൽ സമയങ്ങളിൽ ആളുകളുടെ ഇടയിൽ നിന്ന് അവർക്ക് ഉറങ്ങണമെങ്കിലൊക്കെ അവർക്ക് ആ ഒരു നല്ല ഒരു പെരുമാറ്റം, നിങ്ങളുടെ ലോയലായിട്ടുമൊക്കെ പെരുമാറും. പക്ഷേ അവരുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഒരു വൈൽഡ്നെസ് അതുണ്ട്. അത് ഈവൻ ഹ്യൂമൻ ബീയിങ്ങിൽ വരേണ്ടത്. അതുപോലെ തന്നെ എവല്യൂഷൻ കഴിഞ്ഞാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സാഹചര്യം വരുമ്പോൾ, അപ്പോൾ രാത്രിയാണ് അവരുടെ സാഹചര്യം, അല്ലെങ്കിൽ പറയുന്ന പോലെ കുഞ്ഞുങ്ങളെ എടുത്ത് അവരിങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇത്തരം അക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏറ്റവും പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് അവരോട് ക്രൂരത കാണിച്ചിട്ടല്ല, മറിച്ച് അവരെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആരെയാണ്? നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. കാരണം ഒരുപാട് കേസുകളാണ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്ഥിരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ ഒരു നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങളും ചില നിയമക്കുരുക്കുകളും രാഷ്ട്രീയ കളികളും ഒക്കെയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് പുറത്തു വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരം ഒരു അണ്ടർസ്റ്റാൻഡിങ് അത്യാവശ്യമാണ്.